അഗതികളും ആലംബഹീനരുമായവർക്ക് സ്നേഹത്തിന്റെ തണലൊരുക്കുകയാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കേന്ദ്രമാക്കി കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിച്ചുവരുന്ന ആശ്രയയും സങ്കേതവും. ആയിരക്കണക്കിന് അഗതികളുടെയും ആലംബഹീനരുടെയും അത്താണിയാണ് കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം. കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ ജാതി മത ലിംഗവ്യത്യാസമില്ലാതെ ഇവിടെ അന്തേവാസികളായുണ്ട്. रास्ते में छोड़ के कुछ लोग मिल के एक्सीडेंट कर दिया, पाँव में टूट गया, इधर के छोड़ के मेरे को दे के चला गया। मैं इधर में सब कुछ अभी मिलता है। मेरे घर का आदमी जान लिया, मेरे घर में आदमी जाएगा, घर का आदमी पहचान लिया ये मैं इधर में हूँ, मैं इधर आएगा तो चला जाएगा। इधर में कुछ प्रॉब्लम नहीं है, मैं इधर में ठीक से रहता हूँ। हाँ, खुश हूँ. ഇവർക്ക് സ്നേഹവും ശുശ്രൂഷയും സാന്ത്വനവും ഭക്ഷണവും നൽകി അഗതി സംരക്ഷണത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് ആശ്രയ. ഞാൻ വന്നതിൽ പിന്നെ നിത്യവും കിട്ടാറുണ്ട്. തോന്നിട്ട് ഒരു 3 ആഴ്ചയായി ആഹാരം കിട്ടുന്നുണ്ട്. ഞായറാഴ്ച ഒരു നേരം, ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും 2 ദിവസം അയാൾ വന്നിട്ട് അങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആശ്രയയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഉച്ചഭക്ഷണം എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസം ഒഴിച്ച് മറ്റെല്ലാ ദിവസങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്രയയിലെത്തിയ ആദ്യ അന്തേവാസിയാണ് 85 വയസ്സുള്ള കരിമനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന അശോകൻ. ഊരും പേരുമറിയാതെ തെരുവിൽ അലഞ്ഞു നടന്ന ഈ മനുഷ്യനെ നാട്ടുകാരാണ് ആശ്രയ സങ്കേതത്തിൽ എത്തിച്ചത്. പ്രാകൃത വഴികളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് അശോകനെ നയിച്ചത് ആശ്രയയായിരുന്നു. ഇവിടെ അന്തേവാസികളായി എത്തുന്നവർക്ക് ജാതി മത ഭാഷ ദേശഭേദങ്ങളില്ല. സ്വത്ത് തർക്കത്തെ തുടർന്ന് ബന്ധുക്കൾ തെരുവിലുപേക്ഷിച്ച കഥയാണ് മറ്റൊരു അന്തേവാസിയായ ജബ്ബാറിന് പറയാനുള്ളത്. ചേട്ടൻ ഞാനുമായിട്ട് എതിർപ്പായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നായിരുന്നു. എനിക്ക് ഇച്ചിരി സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാനറിയാതെ പുള്ളിക്കാരന്റെ ഇഷ്ടത്തിന് എഴുതി വെച്ചാണ്. അതിലിടപെടുമെന്ന് വിചാരിച്ച എന്നെ ഇവിടെ കൊണ്ടാക്കാൻ കാരണം കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചു. ആത്മഹത്യയ്ക്കും മദ്യത്തിനും മറ്റ് ലഹരികൾക്കുമെതിരെ ബോധവൽക്കരണം, എയ്ഡ്സ് എന്ന സാമൂഹ്യ വിപത്തിനെതിരെ വിപുലമായ പുനരധിവാസ പദ്ധതി, റോഡപകടങ്ങൾക്കെതിരെ പ്രചാരണവും ജീവൻ സുരക്ഷാ പദ്ധതിയും എല്ലാം ആശ്രയ ഏറ്റെടുത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ്. പ്രണയം ജീവിതത്തിന്റെ താളവും മനസ്സിന്റെ സമനിലയും തെറ്റിച്ചുവെങ്കിലും കാമുകിക്കായി കാത്തുവച്ച ഗാനശകലം ഓർത്തെടുക്കുകയാണ് ആശ്രയയിലെ അന്തേവാസിയായ ഈ ചെറുപ്പക്കാരൻ. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. മഹറ ഞാൻ വന്നിടാ, നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണന്നി മാറ്റിയിടുമോ.